ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറേ പിള്ളേരുണ്ട് കേട്ടോ. നമ്മള് ഏതൊരു സ്ഥലത്താട്ടെ, പേരൊന്നും അറിയില്ല നമുക്ക് സ്ഥലത്തിന്റെ. ഒരു ട്രാക്ടറൊക്കെ വരുന്നുണ്ട്, പിള്ളേരിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. കുറെ പിള്ളേരുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ എത്തിയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ അകത്തുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് തുടങ്ങാൻ പോവാന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാൻ പോവാണേ. ഇത് രാവിലെ ഈ വഴിക്ക് വന്നാ നമ്മള് പെട്ടു. സുബൈ സേ ആത്തെ सुबह से आएंगे वापस नहीं है ना? എന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. പിള്ളേര് മൊത്തം വൈബിലാട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേരം കണ്ടതാണ്. ആ ഇപ്പൊ നമുക്ക് ടെന്റ് അടിക്കാന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ ടെന്റ് അടിക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ പിള്ളേരുണ്ട് അവിടെ. നമ്മള് സൈക്കിൾ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ, പൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പിള്ളേര് മൊത്തം നമ്മുടെ തന്നെ വന്നിട്ടുണ്ട്. ഇവര് പോകുന്നില്ല കേട്ടോ വന്നിട്ട്. नौ बजे हाँ। आपको स्कूल नहीं है? वो 10 बजे है ना? 9 बजे जाते हैं हाँ, और 3 बजे आती है। शनिवार में लीव है, शनिवार छुट्टी है। शनिवार छुट्टी है, वहाँ तो आइतवार छुट्टी होता है ना? हाँ, इंडिया में सैटरडे सैटरडे हाँ छुट्टी है। संडे छुट्टी है, संडे छुट्टी है हाँ. പിള്ളേര് മൊത്തം കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഉദരി ചെയ്യുക. എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകട്ടെ. എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നമാവും. കാരണം അത്രക്കും പിള്ളേരും ഉണ്ട്, ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ അവിടെ. ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. कौन का फैन है? विराट कोहली। वो क्रिकेट है ना? हम तो फुटबॉल के प्लेयर हैं क्या? फुटबॉल का क्या प्लेयर का फैन है? रोनाल्डो, पूरा रोनाल्डो का? रोनाल्डो शू पूरा रोनाल्डो का फैन है. മെസ്സി മെസ്സിനെ കിട്ടി. മൊത്തം റൊണാൾഡോ കേട്ടോ. ബോള് പൊട്ടി. ബോളിനെ കൊണ്ട് കളിക്കട്ടെ പിള്ളേര്. ഫുള്ള് ഒച്ചപ്പാടും ബോളാണ്. അവിടുന്ന് അരിന്റെ നെൽവാലിന്റെ സാധനം ഇങ്ങനെ മറ്റേ സാധനം ഇങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. അതായത് നെല്ലെടുക്കാൻ തോന്നുന്നുണ്ട് മെഷീനിൽ വെച്ചിട്ട്. കറക്റ്റ് പോകട്ടി നല്ലോണം പോകുന്നുണ്ട്. ആ ഫുട്ബോൾ കളിക്കാൻ പോകട്ടെ കൂടിയിട്ട്. ആ ആ ഓക്കെ. റൊണാൾഡോ मेसी രണ്ടാമത്തെ മെസ്സി. ആ ये मेसी का फैन है, ये भी मेसी का फैन है. बाकी पूरा रोनाल्डो हाँ കേലോ. ഇഷ്ടം പോലെ പിള്ളേരുണ്ട് കേട്ടോ ഇവിടെ. എത്രയായത് പിള്ളേരൊക്കെ ഫുള്ള് കളിയാട്ടോ. ആ മേ കോൺ കാ ടീം മേ ആ ആ ക്യാപ്റ്റൻ കേട്ടോ നമ്മളെ. എനിക്ക് ഫുട്ബോൾ കളിക്കുന്നൊന്നും വലിയ അറിയില്ല. ആ സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. കിട്ടുന്നില്ല പിള്ളേര് കളിക്കാൻ പോവാട്ടോ. नोमैड ओ क्या क्रिकेट अभी नहीं देखेंगे, पुराना टाइम में देखा, अभी नहीं देखेंगे. ഞാൻ കുറെ കാലമായിട്ടോ ക്രിക്കറ്റ് ഒക്കെ കണ്ടിട്ട്. രാത്രി ആവാറായിട്ടോ. രാത്രി ആയി ശരിക്കും. ഇവിടൊക്കെ മറ്റേ ഞാൻ പറഞ്ഞതാണ് കളി തുടങ്ങിയിട്ടുണ്ട് പിള്ളേര്. നമുക്ക് ഗോളടിക്കാൻ പോവാനി. പിള്ളേരൊക്കെ കളിച്ചിട്ടുണ്ട്. ആ അതാ തട്ടി
ഇന്ന് നമ്മള് ഗോളടിക്കുമോ? ആ സീന് ചെക്ക സീനാട്ടോ. ഹൈ 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 ചെക്ക സീനാ ഇത് ഗോളടിക്കും. ഓ തട്ടിയിട്ട് വീണ്. ഓ പോയി 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 പോയി. എനിക്ക് പണ്ടത്തെ പോലെ ഓടാനൊന്നും പറ്റൂല ഗൈസ്. സീന് സീന് സീൻ കളിയാട്ടോ, സീൻ കളിയാ. ഓട് അടിക്ക. എനിക്ക് ഓടാനും വയ്യ ഗൈസ്. എല്ലാ ആൾക്കാരും ഗോള് പറയുന്നുണ്ട്. ഇനി അടുത്ത ഗോളടിക്കാൻ വേണ്ടി പോണം. ഓ അടിയാട്ടോ. ചെക്കനും നല്ല കളിയാ, മറ്റേ ചെക്കനും നല്ല കളിയാ. സീന് ആ ഗോള് പോവും. സീൻ എനിക്കൊരു ബോളും കിട്ടുന്നില്ലല്ലോ. ഒരു ബോൾ കിട്ടിയിരുന്നെങ്കിൽ. പോയി ആ ബോള് പോയി. ലാസ്റ്റ് പിടിച്ച് ഞാനൊരു ഗോൾ അടിക്കാൻ പോവാണ് ഗൈസ്. ആ അടിച്ച് ഇപ്പൊ അവൻ അടിക്കാൻ പോവാന്നൊക്കെയാണ് പറയുന്നത്. വരാനാട്ടോ 2 ഗോൾ അടിച്ച് അവിടുന്ന്. അങ്ങനെ കളി അവസാനിപ്പിക്കാൻ പോവാട്ടോ. ഇതോടുകൂടി കളി അവസാനിക്കും. മടുത്തു. പിള്ളേർ മൊത്തം അടിയാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയാ. രക്ഷയില്ലാത്ത അടിയാ. അവനൊറ്റ പോയി ഗോൾ അടിക്കാൻ പോകുന്നുണ്ട്. അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ കളി നിർത്തണം. ലൈറ്റ് സെക്കൻഡ് ഗോൾ ഗോൾ കീപ്പർ. നമ്മളെ ഇവിടെ ബോളൊന്നും വരത്തില്ല. രാവിലെ ആയിട്ടോ. ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയതാട്ടോ. ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയാൽ ബേക്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു തരാനുള്ള സമയമായി. അപ്പോൾ നമ്മളിന്ന് രാവിലെ എണീച്ചിട്ടേ ഉള്ളൂ, 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഓട്സ് ഉണ്ടാക്കി തിന്നിട്ട് വേഗത്തിൽ പോകണം. അപ്പോൾ ഞാൻ സ്ഥലം രാവിലെ തന്നെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇന്നലെ കണ്ട സ്ഥലം തന്നെ, പക്ഷേ രാവിലെ ആയപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കിട്ടിയെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കിട്ടിയില്ലായിരുന്നു. നോക്കിയേ ഫുള്ള് മലനിരകളാണ് കേട്ടോ. അങ്ങ് മുതൽ ഇങ്ങനെ വരെ കുറേ വീടുകളുണ്ട് ഈ ഒരു ഏരിയൻ്റെ അകത്ത്. ഇഷ്ടംപോലെ വീടുകളുണ്ട്. സൂര്യൻ ഇതാ ഉദിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ചൂടാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇതാ ഇവിടെയൊക്കെ കടുക് കൃഷിയാണ് എല്ലാ സ്ഥലത്തും. രാവിലെ തന്നെ പിള്ളേരൊക്കെ എണീച്ചിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളും കടുക് കൃഷി കേട്ടോ. അങ്ങെല്ലാം കാണാൻ പറ്റും മഞ്ഞ കളറിൽ. രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ ഉണ്ടാക്കാനുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. തിളക്കാറായിട്ടില്ല.
ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു കാപ്പിപ്പൊടി ഉണ്ട്. അപ്പോൾ ഈ കാപ്പിപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഓട്സ് ഉണ്ടാക്കണം. ഇന്ന് അത്യാവശ്യം സാധനമൊന്നും പുറത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്കിംഗ് ഒക്കെ കഴിയും, വലിയ സമയം എടുക്കില്ല. അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കണം. ഇവരൊക്കെ ഇരിക്കുന്ന നോക്കിയൊക്കെ നോക്കിയാൽ കുറേ പേര് വന്നിട്ടുണ്ട്. ഇതൊരു പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറിയൊരു പട്ടിക്കുട്ടി. ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും ഇത് യൂണിഫോം ഏനാ സ്കൂളിൽ സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോം ആയിട്ട് ഇത് മൊത്തം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സൈക്കിളിൽ കൊണ്ടുപോയി വെക്കണം. ഇവിടെ തന്നെ കുറേ നേരമായില്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകട്ടെ. ഇതൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ പോയി കുറച്ച് സ്കൂൾ പിള്ളേർ മാത്രമായി. ഈ വഴി നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനം ബൈക്ക് സൈക്കിൾ പിടിക്കാനാണെങ്കിലും സാധനം എടുത്തുകൊണ്ടാണെങ്കിലും നമുക്ക് സാഗർ എന്നാട്ടോ പേര്. അതുപോലെ ഇതാ കുറേ പിള്ളേരുണ്ടായിരുന്നു ഇന്നലെ. ബാക്കിയുള്ള പിള്ളേരാട്ടോ ഇത്. ബാക്കി എല്ലാം സ്കൂളിലേക്ക് പോയി. ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ കണ്ടില്ലായിരുന്നു രാവിലെ തന്നെ വന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നല്ല ആൾക്കാർ കേട്ടോ. ഇന്നലെ രാത്രി കണ്ടല്ലോ, രാവിലെ ആയപ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇവിടുത്തെ പുള്ളി കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ആയിരിക്കുന്ന പുള്ളിയില്ലേ, ബാത്റൂമിലാണെങ്കിലും വെള്ളത്തിനാണെങ്കിലല്ലോ. ഭയ്യാ ഭയ്യാ താങ്ക് യു ബേജാരെ. ഓക്കെ, ആ പുള്ളിയാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഇനി നമുക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ പോകണം. ജാഗർകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകേണ്ടത്. ഇവിടെയൊക്കെ പിള്ളേർ സ്കൂളിലേക്ക് പോവാട്ടോ. ഇതാണ് നമ്മളെ കടുക് തോട്ടം. അങ്ങ് മുതൽ ഇങ്ങ് വരെ നീണ്ടു കിടക്കുന്ന ഒരു തോട്ടമാണിത്. വലിയതാട്ടോ വില കൃഷി. കടുകിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും കടുക് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. മല നോക്കിക്കേ, എന്ത് രസമാണ് കാണാൻ. ഇതാ ഇവിടെ ഉണ്ടോ എൻ്റെ പോന്നോ, ഏത് രസമാണ് നോക്കിക്കേ. ഇങ്ങനത്തെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അത്രക്കും കടുകാണ്. കടുകെണ്ണ ഉണ്ടാക്കുന്ന ഇവിടുന്ന് കടുകെണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കടുകിൻ്റെ തോട്ടം മാത്രമായിട്ട്. നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് വേറൊരു ഗ്രാമത്തിലെത്തി കേട്ടോ. നോക്കിക്കേ, ഫുള്ള് വീടുകളാട്ടോ ഇവിടെയൊക്കെ. എവിടെ നോക്കിയാലും ഫുള്ള് വീടുകളാണ്. ഒന്ന് വരുന്നുണ്ട് അവിടെ നിന്നാട്ടോ നമ്മൾ വന്നത്. അങ്ങോട്ടാണ് വന്നത്. ഫുള്ള് വീടുകളാണ് എവിടെ നോക്കിയാലും. ഇതൊരു ടൗൺ പോലത്തെ ഏരിയ കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ. നല്ല രസമുണ്ട്. ഇവിടുത്തെ ടൗണാട്ടോ ഇത്. സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു മാർക്കറ്റ്. പക്ഷെ ഇവിടുത്തെ വലിയ ടൗണാട്ടോ ഇത്. അങ്ങൊക്കെ ഉണ്ട്. ബേക്കിലൊക്കെ കാണുന്ന ഇതിൻ്റെ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പാലം, അവിടെ ഒരു പാലുണ്ട്. ആ പാലം ക്ലോസ് ചെയ്തിട്ട് വേണം പോകാനെന്ന് തോന്നുന്നു. ഗജൗഡ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ കേട്ടോ. എനിക്ക് വൈക്കോലൊക്കെ ഇങ്ങനെ കൂമ്പാരാക്കിയിട്ടിട്ടുണ്ട്. കുറേ വീടുകളുണ്ട് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ഇവിടെയൊക്കെ. റോഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം ലെവലാണ്. ഇവിടെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല റോഡുകളൊക്കെ കേട്ടോ. ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമം കേട്ടോ. ജജൗഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് കോണൊക്കെ ഇങ്ങനെ ഉണക്കാണ്ടിരിക്കുന്ന വീട്ടിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ഇത് മൊത്തം കൃഷി തന്നെയാണ്. അത് കണ്ടോ കോണാട്ടോ അത്. അതായത് നമ്മളെ ഇത് തന്നെ കോണ് ഫുള്ളിങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇവർ. വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. ഇവിടെയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ജജൗഡ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാട്ടോ ഈ ഒരു വ്യൂ ഉള്ളത്. അതുപോലെ തന്നെ എന്താ പണ്ടത്തെ ഒരു വീട്. ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്ന വീട് തന്നെയാട്ടോ ഇത്. അതുപോലെ ഇവരെ ആടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവർക്കായിട്ട് വൈക്കോലും അതുപോലെ തന്നെ ഇത് അവർക്ക് ആടിന് നിന്നാൻ വേണ്ടിയിട്ട് പച്ചപ്പുള്ള സാധനം കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ബേരി റിവറിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രാമം. കുറച്ച് വീടുകൾ മാത്രമുള്ളൊരു ഗ്രാമം കേട്ടോ. അവരെ കൃഷിയിടങ്ങളാണത്. വലിയ മലേൻ്റെ ഇടക്കാട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് അവർക്ക് പോവാനായിട്ട് ഇതാ അവിടെ ഒരു പാലമുണ്ട്. ചെറിയൊരു ഗ്രാമല്ലേ. കണ്ടോ കുറേ പിള്ളേർ. അതുപോലെ ഇതാ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ. ഈ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് പോകണം വയ്യാട്ടോ. നോക്കി ഗ്രാമം ഒരു വലിയ മലേൻ്റെ മുകളിലായിട്ട് കുറച്ച് വീടുകളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റോഡും ഉണ്ട് കേട്ടോ. പക്ഷെ ഓഫ് റോഡാണ്, നല്ല റോഡല്ല. കൂട്ടം കൂടായിട്ടുള്ള വീടുകളാട്ടോ അത്. ഇത് നമ്മൾ കണ്ടപ്പോൾ വന്നതാണ് ഈ പിള്ളേർ. ഹായ് നമസ്തേ അഭിദർസേ. ഇവരെന്തോ ഇതിൻ്റെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈക്കോലിൻ്റെ
ഓരോ 2 കിലോമീറ്റർ കഴിയുന്നേരം ഗ്രാമങ്ങളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സൈക്കിളിൽ പോകുന്ന വീഡിയോ എടുത്ത് കാണിച്ചു തരാത്ത എനിക്ക് പറ്റാത്തതുകൊണ്ട് എടുക്കാത്തത്. സൈക്കിളിന് വെയിറ്റ് കൂടിയുണ്ട്, റോഡ് ഒരുമാതിരി കയറ്റം ഇറക്കാതായതുകൊണ്ടും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും നിർത്തിയിട്ട് സ്ഥലങ്ങൾ കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ. നമ്മളിതാ സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ട് തന്നെ ഇരിക്കുകയാണ്. കയറ്റം വരും ഇറക്കം വരും, പിന്നെയും കയറ്റം വരും ഇറക്കം വരും, അങ്ങനെ കേട്ടോ റോഡുള്ളത്. ഇതും ഇവിടുത്തെ ഒരു ഗ്രാമം കേട്ടോ. മണ്ണിനെ കൊണ്ടുള്ള വീടൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഉണ്ടായി കാട്ടുകളിലൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചോളം ഇങ്ങനെ കുമിഞ്ഞു കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ അവിടെ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്. മരങ്ങളൊക്കെ ഇവർ ശേഖരിച്ചേക്കുന്നുണ്ട് കേട്ടോ. തീരും കത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസൊന്നുമല്ല ഇവർ യൂസ് ചെയ്തത്, മരങ്ങൾ കത്തിച്ചിട്ടാട്ടോ ചായയും ചോറും എന്താണെങ്കിലും ഉണ്ടാക്കുന്നത്. ഇവിടെ എന്തോ സാധനം കരിക്കുന്നുണ്ട് ഇവർ. പൈപ്പോലാണ് കരിക്കുന്നത്. ഹായ്, നമ്മളിതാ അങ്ങ് താഴെ നാട്ടോ കയറി വന്നേ. നോക്കിക്കേ, ഇപ്പം എന്താ ടോപ്പിലാട്ടുള്ളത്. നദി ഒഴുകുന്ന കണ്ടാൽ മനസ്സിലാവും. ടോപ്പിലെത്താറായി. പിന്നെ ഇറക്കം വരും, പിന്നെയും കയറ്റം വരും. അതാട്ടെ ഇവിടുത്തെ റോഡ്. നമ്മളങ്ങനെ ഇവിടെ ഒരു ഏതൊരു ബസാർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഈ ഗാവ്ക്കാ നാം ക്യാ ഹേ? ശിവജന ബസാർ. ശിവജന ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ വന്നാട്ടോ നമ്മൾ. വേറൊരു സ്ഥലത്ത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്കൊന്നും ഒരു സ്ഥലമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. സൈക്കിളൊക്കെ എങ്ങനെയൊക്കെയാണ് വെക്കുക കേട്ടോ. ഫ്രണ്ടൊന്നും കൺട്രോൾ ചെയ്യാനില്ല ബൈക്കുള്ളതിനെ കൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എഗ്ഗ് ചൗമീൻ കഴിക്കാൻ വേണ്ടി പോവാണ്. 80 രൂപ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റൊരു ഹോട്ടൽ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറൊരു സ്ഥലത്തും ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ, വലിയ വലിയ വണ്ടികളൊക്കെ. ഇവിടെ കണ്ടോ മലേൻ്റെ ഇടക്കുന്ന് ഇങ്ങനെ വെള്ളം വരുന്ന അങ്ങ് ലോങ് ആയിട്ട് കാണാൻ പറ്റും. നല്ല ക്ലിയർ വെള്ളമാട്ടോ ഇത്. നല്ല ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ലോണം ഉള്ളു വരെ കാണാൻ പറ്റുന്നുണ്ട്. വരുന്നത് ക്യാമറ കാണാത്തതുകൊണ്ടാണ് കേട്ടോ. വലിയ മലനിരകളാട്ടോ, അതിൻ്റെ ഇടക്കുന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്തുകൂടി നേരെ ബേരിയിലേക്കാട്ടോ ഈ വെള്ളം ഒഴുകി പോകുന്നത്, ബേരി റിവറിലേക്ക്. ഇവിടെ എന്തോ അമ്പലമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി ആ കാണുന്ന കേട്ടോ, അങ്ങ് ദൂരെ കാണുന്നത്. നമ്മൾ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഒരു കയറ്റത്തിൻ്റെ അടുത്ത് ഇതാ നമ്മളെ ബേരി റിവർ പിന്നെ ഇങ്ങനെ നല്ല രീതിയിൽ, അതായത് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. അടുത്തുള്ള പോലെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. മലകളുടെ കൂടി കുറേ പാറക്കല്ലുകളുണ്ട്, ചെറിയ ചെറിയ കല്ലുകളില്ലേ, അതിങ്ങനെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. കയറ്റങ്ങൾ വർക്കങ്ങളായിട്ട് നമ്മളെ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ആദ്യമൊക്കെ നമുക്കൊരു മല മാത്രം കുത്തനെ കയറ്റായിരുന്നു. ഇപ്പം നേരെയുള്ള റോഡ് കയറുക, പിന്നെ ഇറങ്ങുക, പിന്നെ നേരെ പിന്നെയും കയറുക, പിന്നെ ഇറങ്ങുക, അങ്ങനത്തെ വഴികളാട്ടോ. നമ്മളെ പെഡലില്ലേ, ഈ പെഡല് ഊരിപ്പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കിതാ ഈ പയ്യ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. ബുള്ളറ്റിൻ്റെ അകത്ത് മറ്റേ സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെടുത്ത് आपका नाम क्या है? मेरा नाम आशीष केसी. आपका नाम? रमा विसी. इधर से अब हम नेपाल से. ഇവർ രണ്ടുപേരും ഇവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഭയ്യ. ബൂർച്ചോർ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു ഗ്രാമം കേട്ടോ, കുറച്ച് വീടുകളൊക്കെ ഉള്ള. ഓ സ്കൂളേ, അതൊരു ചെറിയൊരു സ്കൂളാട്ടോ. അതുപോലെ തന്നെ ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, മലകളും ഉണ്ട്. ഇവിടെ ഒരു പുള്ളിയെ കണ്ട് സംസാരിച്ചാട്ടോ. ഹായ്, आपका नाम क्या है? नवीन. इधर से? काम आपका? रोज अपने घर का काम करेंगे. बढ़िया. खाने पीने बढ़िया, क्या करें. हाँ, अभी ये तोरी അത് നമ്മളെ കടുക് तेल के लिए. ये केरला में कड़ुक बोलेंगे. कड़ुक, हाँ कड़ुक बोले. അതുപോലെ അവിടെ ചെറിയ ഗ്രാമമുണ്ട്. കടുക ബെല്ലൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ജാജർകോട്ട്. നമ്മളിപ്പോൾ പോയി വേറെ ഏതോ ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, കാണുന്നുണ്ടെന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി രസമുണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അതേപോലെ അവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീടാണിത്. മലയാളം സായിവാരത്താണ് ഇത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു വയ്യാട്ടോ. അതുപോലെ ഇതാ ഇവരൊക്കെ കൃഷിയിടങ്ങളിൽ ഓരോ സാധനങ്ങൾ കുഴിച്ചിടുകയും അതുപോലെ തന്നെ പറിച്ച് കളയും, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ചെറിയ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളാട്ടോ ഇത്. പക്ഷേ കാണാൻ നല്ല രസമാട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ്. പക്ഷേ ഈ സൈക്കിളും കൊണ്ട് പോകുന്ന ഭയങ്കര പാടാണ്. കയറ്റം കയറുന്നേരം ഭയങ്കര പാടാണ്. പിള്ളേരൊക്കെ ഈ സാധനം കൊണ്ട് തലയിൽ വെച്ച് പോകുന്നുണ്ടോ. ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ. ചെറിയ പിള്ളേർ വരെ ഇതേപോലെ വെയിറ്റൊക്കെ എടുത്തിട്ട് വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും. അരിച്ചാക്കാണെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്.
ഇതൊന്ന് കണ്ടപ്പോൾ കാണിച്ചതാണ്. അതുപോലെ ഇതാ ഇതിൻ്റെ മുകളിൽ കോളിഫ്ലവറിൻ്റെ ഇല്ലെങ്കിൽ മറ്റേ ക്യാബേജിൻ്റെ ഒക്കെ ഒരു ഫാമിംഗ് പോലെ കാണുന്നുണ്ട്. ദൂരെ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. നമ്മളിപ്പോൾ വന്ന് ഏതോ കാട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മൾ സൈക്കിൾ തളർത്തിയിട്ടുണ്ട്. വെയിലുണ്ട് അടിക്കുന്നത്. വൈകുന്നേരമായി. നല്ല വെയിലാട്ടോ. 3:45 അങ്ങനെ എന്തോ ആയി. ഇനി ഇവിടുന്ന് 8 കിലോമീറ്റർ എങ്ങാനും ഉണ്ട് ഇവിടെ നമ്മളെ റുക്കും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ ഇത് കാടാട്ടോ. അതിൻ്റെ മുകളിൽ മറ്റേ കമ്പി വെയിലേക്ക് കെട്ടിയിട്ടുണ്ട്. എന്തോ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കടുവ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് കെട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ റുക്കുമിലേക്കാണ് പോകുന്നത്. അത് അടുത്ത വീഡിയോയിലായിരിക്കും. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം കുറേ മിനിറ്റ് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും മാറ്റാനോ മറിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാണുന്ന ആൾക്കാരാണ്, കുറച്ചെങ്കിലും ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുതിയ രീതിയിൽ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അന്നേരം സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.